ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. തുടങ്ങല്ലേ? നമുക്കറിയാം തസ്ഫിയ ഗ്രേഡ് 4-ൻ്റെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. റൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. സദസ്സിന് വേണമെങ്കിൽ ആ ഓരോ റൗണ്ടിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ റൗണ്ട് ഒരായത്ത് ഓതുന്നു, അവർ അതിൻ്റെ ശേഷമുള്ള 3 ആയത്ത് ഓതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അവർക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 458-നോടാണ്. റെഡിയല്ലേ മോനെ? ഓക്കെ. أعوذ بالله من الشيطان الرجيم. وأملي لهم إن كيدي متين. أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. أحسنت، بارك الله فيك. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. 506-നോടാണ് അടുത്ത ചോദ്യം. وغدوا على حرد قادرين. فلما رأوها قالوا ടൈം ഔട്ട്. അടുത്ത ചോദ്യം 453-നോടാണ്. إني ظننت أني ملاق حسابيه. فهو في عيشة راضية في جنة عالية قطوفها دانية. أحسنت، بارك الله فيك. للسائل والمحروم. والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون. بارك الله فيك. അടുത്ത ചോദ്യം. ما لكم لا ترجون لله وقارا. وقد خلقكم أطوارا ألم تر كيف خلق الله 7 سماوات طباقا ആയത്തൊന്നും കൂടെ ഓതോ. وجعل وقد خلقكم أطوارا കഴിഞ്ഞിട്ട് ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ചോദ്യം. وما هو بقول شاعر قليلا ما تؤمنون. ولا
بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل. بارك الله فيك. فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون. ബാറക് അല്ലാഹു ഫീക്ക്. ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ചാൻസുകളുടെ നിലവാരം ഒന്ന് പരിശോധിക്കാം. ഒരു ചാൻസ് ബാക്കി നിന്നിരുന്ന 506 ഇതിൽ സീറ്റ് സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം വിടവാണ്. ബാക്കിയുള്ളവർക്ക് മത്സരിക്കാൻ വേണ്ടി അല്ലേ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ മത്സരിച്ചെത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമുക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ സീറ്റ് ഒഴിഞ്ഞു തന്നു. ഓക്കെ, കുറേ ആൾക്കാർ ഇത് ഫുഡ് അധികമായതുകൊണ്ടാണോ അതോ ഒരു ഉഷാറില്ല, കഴിക്കാത്തതുകൊണ്ടാണോ? കഴിച്ചിട്ടില്ലേ? ഇല്ലേ, കഴിച്ചിട്ടില്ലേ മോനെ? ആ, ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ കൂടെ അല്ലേ? എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ആ, ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, രീതി സെയിം തന്നെയാണ്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا. ഓക്കെ, بارك الله فيك. فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نقال الآخرة والأولى إن في ذلك لعبرة لمن يخشى. ഒരക്ഷരം വ്യത്യാസപ്പെട്ടു പോയി, ഖത. ഓക്കെ, അടുത്ത ആൾ. ബാറക്കല്ലാഹു ഫീക്. من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. بارك الله فيك. وإذا الجنة أزلفت علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس. بارك الله فيك. يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين. إن الأبرار لفي نعيم. بارك الله فيك. അടുത്ത ചോദ്യം. ذي قوة عند ذي العرش مكين وطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين. ഓക്കെ, بارك الله فيك. രണ്ടാമത്തെ റൗണ്ട്. മുനിപ്പോൾ ഓതി ഒന്നും കൂടെ ഓത്. ذي قوة عند ذي العرش مكين وطاع ثم أمين وما صاحبكم
بمجنون ولقد رآه بالأفق المبين. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. ഒരാളുടെയും ചാൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ട് നമുക്കറിയാൻ വേണ്ടി പറയാം. ഒരു ആയത്ത് ഓതുന്നു, അത് അതിന് ശേഷമുള്ള 3 ആയത്ത്, ഇപ്പോൾ ഓതിയ പോലെ തന്നെ 3 ആയത്ത് ഓതുന്നു, എന്നിട്ട് അത് ഏത് സൂറത്താണ് അതിൻ്റെ പേര് പറയുന്നു. ഞാൻ ചോദിക്കാൻ കാത്തു നിൽക്കരുത്. 3 ആയത്ത് ഓതുക, പെട്ടെന്ന് സൂറത്തിൻ്റെ പേര് പറയാം. ഓക്കെ, 10 സെക്കൻഡ് അറിയാലോ അല്ലേ? പിന്നെ ഒന്നും കൂടെ ഓതുമോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ചോദിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ 10 സെക്കൻഡിലാണ് ഞാൻ ഓതുക. അപ്പം ആരെ സമയം പോവുക? നിങ്ങളെ സമയം പോവുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയുക. ഒന്നാമത്തെ ചോദ്യം 458 أعوذ بالله من الشيطان الرجيم فهو في عيشة راضية في جنة عالية لا تسمع فيها لاغية. خطأ. بارك الله فيك. അടുത്ത ചോദ്യം മനസ്സിലായോ? ആലോചിച്ചോ? ഫഹുവ ഫി ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ, അത് വേറെ സൂറത്ത്. പക്ഷെ ഫീ ജന്നത്തിൻ ആലിയക്ക് ശേഷമുള്ള ആയത്ത് ഓതിയത് ഗാശിയയിൽ. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. തുടങ്ങിയതൊരു സ്ഥലത്തും എത്തിയത് വേറെ സ്ഥലത്തും. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. സൂറത്തുൽ ഹാഖയിലെ ഫഹുവ ഫി ഈശത്തിർ റാളിയ ചോദിച്ചു, അവിടെയാണ് ഇതുള്ളത്. പക്ഷെ അതിന് തൊട്ട് ശേഷമുള്ള ഫീ ജന്നത്തിൻ ആലി എവിടെ ഉണ്ടായിരുന്നു? ഗാശിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഗാശിയയിലേക്ക് പോയി. അതാണ് സംഭവിച്ചത്. ഓക്കെ, അടുത്ത ആരോടാണ് ചോദ്യം? 453. മോന് വേണ്ടി അവൻ സംസാരിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ബാറക്കല്ലാഹു ഫീക്, അഹ്സൻതും. അടുത്ത ചോദ്യം يا ليتها كانت القاضية ما أغنى عني مالية هلك عني سلطانية خذوه فغلوه. സൂറത്തുൽ ഹാഖ. എങ്ങനെ? സൂറത്തുൽ ഹാഖ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്, അഹ്സൻ. അടുത്ത ചോദ്യം تدعو من أدبر وتولى وجمع فأوعى إن الإنسان خلق هلوعا إذا مسه الخير منوعا. خطأ. അടുത്ത ആളുടെ ചോദ്യം. അതിൻ്റെ അടുത്ത ആയത്തുമായി ക്ലബായി പോയി. ഓക്കെ, അടുത്ത ചോദ്യം والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. സൂറത്തുൻ നൂഹ്.
സൂറത്തു നൂഹ്. ബാറക്കല്ലാഹു ഫീക്, അഹ്സൻതി. അടുത്ത ചോദ്യം. وغدوا على حرد قادرين. فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون. سورة القلم. فلما وغدوا على حرد قادرين. فلما رأوها قالوا إنا لضالون. أحسنت. بارك الله فيك. അടുത്ത ചോദ്യം. عتل بعد ذلك زنيم. كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم. سورة قلم. സൂറത്തുൽ കലം. ബാറക്കല്ലാഹു ഫീക്, അഹ്സൻതി. രണ്ടാം റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരുടെയോ ചാൻസ് നഷ്ടപ്പെട്ടതായിട്ടാണ് ജഡ്ജസിൻ്റെ മുഖം കാണുമ്പോൾ തോന്നുന്നത്. ചോദിച്ചോക്കല്ലേ? 458 ചാൻസ് കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. ഫൈനലിസ്റ്റ് ആയി, അവസാനത്തെ 6 ആളിൽ ഒരാളായി എന്നുള്ളത് 458 അഭിമാനിക്കാനുള്ള വകയുണ്ട്. ബാറക്കല്ലാഹു ഫീക്ക്. അടുത്ത തവണ ഒന്നുകൂടെ നന്നായി പ്രിപ്പയർ ചെയ്ത് വരിക. ബാറക്കല്ലാഹു ഫീക്കും. ഒരു ചെയർ ബാക്കിയുണ്ടല്ലേ? നിങ്ങളെ ചെയർ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. ഒരു സന്തോഷമില്ലാത്ത പോലെ എന്താ? സന്തോഷിച്ചിരിക്കണ്ടോ? ഉഷാറായിച്ചിരിക്കണ്ടോ? അങ്ങനെ ഇരിക്കേ അല്ലേ? ആ ഓ അങ്ങനെ മാക്കബല കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അത് വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അല്ലേ? തരട്ടോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വേഗമേ സ്പീഡാക്കി നമുക്ക് പോവാം, അടുത്തതിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. أعوذ بالله من الشيطان الرجيم. ومكروا مكرا كبارا. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا من دون الله أنصارا. سورة نوح. പക്ഷെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഒരായത്തിൻ്റെ ഒരു ഭാഗം ഫലം യജിദൂ ലഹും കട്ടായിപ്പോയി. ഫലം യജിദൂ മിന്ദൂനി എന്നാണ് ഓതിയത്. മിന്ദൂനില്ലാഹി അൻസാറ. ഓക്കെ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്, അഹ്സൻതി. അടുത്ത ചോദ്യം. على أن نبدل خيرا منهم وما نحن بمسبوقين. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون. سورة المعارج. بارك الله فيك، أحسنتي. അടുത്ത ചോദ്യം.
أعوذ بالله من الشيطان الرجيم. ولقد كذب الذين من قبلهم فكيف كان نكير. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. سورة الملك. أمن هذا الذي هو جند لكم ينصركم من دون الرحمن بل لجوا في. عتو ونفور. ആ രണ്ട് ഭാഗത്തും ഒരു മിസ്റ്റേക്ക് വന്നു. തുവിൻ എന്നാണ്, യൻസുറുക്കും എന്നായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഖത. ബാറക്കല്ലാഹു ഫീക്. അടുത്ത ചോദ്യം. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. والذين هم لأماناتهم وعهدهم راعون. سورة المعارج. والذين هم لأماناتهم وعهدهم راعون. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. والذين هم لأماناتهم. ഒന്നുകൂടെ. والذين هم لأماناتهم وعهدهم راعون. ബാറക്കല്ലാഹു ഫീക്. അഹ്സൻത്. അടുത്ത ചോദ്യം. أعوذ بالله من الشيطان الرجيم. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا
فمن يأتيكم بماء معين سورة الملك. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ രണ്ടാം റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങളും അവസാനിച്ചപ്പോൾ ആരുടെയെങ്കിലും മരക്കസേര നഷ്ടമായിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ? അവിടെ ഇരിക്കുമ്പോൾ ഇടങ്ങാറില്ലേ? പക്ഷെ ആ ചുവപ്പ് കസേരയിൽ നല്ല സുഖമാണ്, കുറച്ച് വലിയ കസേരയാണ് അല്ലേ? ഇരുത്തം അൺകംഫർട്ടബിളായി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പോകാൻ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല 5 സ്റ്റാർ ചോക്ലേറ്റ് ഒക്കെ തിന്നങ്ങനെ പോവാം നമുക്ക് ഇൻഷാ അല്ലാ. നോക്കാം. $495 2 ചാൻസ് ഇനി ബാക്കിയുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ഒറ്റ ചാൻസ് ബാക്കിയുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? 495 2 ചാൻസ്, ബാക്കിയുള്ളവർക്ക് ഓരോ ചാൻസ് വീതം മാത്രമാണ് ബാക്കിയുള്ളത്. നന്നായി ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ. മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ഒരായത്ത് ചോദിക്കുന്നു. ആ ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത് എന്ന് പറയുന്നു. എന്നിട്ട് ആ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തും അവസാനത്തെ ആയത്തും ഓതുകയാണ് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? സൂറത്തിൻ്റെ പേര് പറയാം, ആദ്യത്തെ ആയത്തും അവസാനത്തെ ആയത്തും ഓതുക. أعوذ بالله من الشيطان الرجيم فتنادوا مصبحين سورة القلم. نون والقلم وما يسطرون وما هو إلا ذكر للعالمين. بارك الله فيك. ولم أدر ما حسابيه. سورة الحاقة. الحاقة فسبح باسم ربك العظيم. بارك الله فيك، أحسنت. والذين هم من عذاب ربهم مشفقون. سورة المعارج. سأل سائل بعذاب واقع خاشعة أبصارهم ترهقهم ذلة ذلك يوم الذي كانوا يوعدون. അവസാനത്തെ ആയത്ത് ഒന്നും കൂടെ ഓതുവോ? ഖാശിഅത്തൻ خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون. അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്, അഹ്സൻത്. അടുത്ത ചോദ്യം. لتسلكوا منها سبلا فجاجا. سورة نوح. إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. بارك الله فيك، أحسنت. قالوا يا ويلنا إنا كنا طاغين. سورة قلم. نون والقلم وما يسطرون وما هو إلا ذكر للعالمين. أحسنت، بارك الله فيك. ഈ റൗണ്ട് കഴിയുമ്പോഴും
ആർക്കും തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആർക്കും ചുവപ്പ് കസേല വേണ്ട, കുറേ കസേല വെറുതെടുക്കണ്ട അവിടെ, വേണ്ടല്ലേ? ഓക്കെ, നിങ്ങൾ തന്നെ മുറുക്കി പിടിച്ചിരിക്കണം ഇൻഷാ അല്ലാ. നമുക്ക് ഒന്നും കൂടെ ചോദിക്കല്ലേ അല്ലേ? ഇതേ റൗണ്ടിലെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم إن ربك لبالمرصاد. سورة فجر والفجر وادخلي جنتي. بارك الله فيك. أحسنتي. അടുത്ത ചോദ്യം വേണ്ടേ? അതൊക്കെ ചാൻസ് വേണ്ട, ഈ എടുത്തോന്നൊക്കെ പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ബാറക്കല്ലാഹു ഫീക്ക്. അടുത്ത ചോദ്യം. ويصلى سعيرا. سورة الانشقاق. إذا السماء انشقت إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. أحسنتي، بارك الله فيك. يشهده المقربون. سورة المطففين. ويل للمطففين هل ثوب الكفار ما كانوا يفعلون. إن الأبرار لفي نعيم. മുതശാബിഹാത്ത്. ഓക്കെ, ശരിക്കും മുതശാബിഹാത്ത് ചോദിച്ചാൽ ആദ്യത്തേത് രണ്ടാമത്തേതെന്ന് പറയാൻ പറ്റും, പക്ഷേ വേറെ ആരോടും ചോദിക്കാത്തതുകൊണ്ട് തൽക്കാലം അത് വേറെ മാറ്റി ചോദിക്കാം. ഓക്കെ, فلا أقسم بالخنس. سورة التكوير. إذا الشمس كورت وما تشاءون إلا أن يشاء الله رب العالمين. بارك الله فيك. فأنبتنا فيها حبا. سورة عبس. عبس وتولى أولئك هم الكفرة الفجرة. بارك الله فيكم. മൂന്നാം റൗണ്ട് കഴിയുമ്പോഴും ഞങ്ങളെ സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം. ഉറുക്കി പിടിച്ചിരിക്കണ്ടല്ലേ, എടുത്ത് കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നാലാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. 10 സെക്കൻഡ് എന്നുള്ള നമുക്ക് കൂട്ടണോ? 7 ആക്കി കൂട്ടണോ? വേണ്ട, എനിക്ക് അഭിപ്രായമൊന്നുമില്ലേ? പ്രശ്നമില്ല. ഓക്കെ, കൂട്ടണ്ടെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 10 തന്നെ തുടരാം അല്ലേ? 10 സെക്കൻഡിന് തുടരാം ഇൻഷാ അല്ലാ. ഏറ്റവും എളുപ്പമുള്ള ഒരു റൗണ്ടാണ് മാക്കബൽ എന്നുള്ളത്. നിങ്ങൾ നേരത്തെ കാത്തിരുന്നില്ലേ, നേരത്തെ ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചപ്പോൾ വേഗം മാക്കബലിലേക്ക് എത്തി. ചോദിക്കാം ഇൻഷാ അല്ലാ. തുടങ്ങല്ലേ? പുറത്തുള്ളവരുടെ അഭിപ്രായം ചോദിക്കും ഞങ്ങൾ. أعوذ بالله من الشيطان الرجيم. ثم إذا شاء أنشره. ثم أماته فأكبره. بارك الله فيك. أحسن. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. أحسن، بارك الله فيك. كلا إنهم عن ربهم يومئذ لمحجوبون.
كلا بل ران على قلوبهم ما كانوا يكسبون كلا بل ران على قلوبهم ما كانوا يكسبون. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ആൾ. إذا تتلى عليه സോറി, അതല്ല, ഞാൻ അദ്ദേഹത്തിന് ഒന്ന് ഓതി കൊടുത്തതാണ്. ഓക്കെ, സെയിം ആയത്തന്നെ നമ്മൾ ചോദിക്കൂലല്ലോ. ഞാനൊന്ന് ഓതി കൊടുത്തതാ കേട്ടോ. അവിടെ അങ്ങനെയാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ്. ഇനി മോളോടുള്ള ചോദ്യം. ഫഅാലുൻ ലിമാ യുരീദ്. ടൈം ഔട്ട്. ഓക്കെ, അടുത്ത ആളോടൊരു ചോദ്യം. യൗമ തുബ്ല സറായിർ. ടൈം ഔട്ട്. അങ്ങനെ നാലാമത്തെ റൗണ്ട്, ആവേശകരമായ മാഖബൽ എന്ന ഒട്ടുമിക്ക ആളുകളും കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റൗണ്ടാണ് മാഖബൽ എന്നുള്ളത്. അതിൽ ആ ഒരു കടമ്പ, ആ ഒരു ടാസ്ക് വന്നപ്പോൾ ആർക്കൊക്കെയാണ് തങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കാണ് 5 സ്റ്റാറിനുള്ള യോഗ ഉള്ളത് നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നാനൂറ്റി 74 ഒഴികെ ബാക്കി എല്ലാവർക്കും ഓരോ ചാൻസ് ഉണ്ട്. 474 വളരെ ചെറിയ ഒരു 10 സെക്കൻഡ് മാത്രം നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും സത്യത്തിൽ മാഖബല ചോദിക്കാമെന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ധൈര്യം വരുമെന്നുള്ള നമ്മൾ ആലോചിക്കുക. ഈ മക്കളോട് കുറച്ചൊക്കെ വലിയ സൂറത്തുകളാണ് ചോദിക്കുന്നത്. നമുക്കൊക്കെ ഹിഫ്ലുള്ള ചെറിയ സൂറത്തുകൾ, സൂറത്തു ഇഖ്ലാസ് പോലെ, സൂറത്തു മസദ് പോലെയുള്ള സൂറത്തുകളിൽ പോലും അത്തരത്തിൽ നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രതികരണം 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ പറയണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. പക്ഷേ ഇവർ വളരെ അനായാസം അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. മാഖബൽ വന്നപ്പോൾ അല്ലേ, ബാക്കിയുള്ള 4 ആൾക്ക് വേണ്ടി ആ മോളൊന്ന് മാറിക്കൊടുക്കേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് ഓള് പോയ അതേ വഴിയെ ഇനി ആരാണ് പോകാനുള്ളത് എന്ന് നോക്കാം. നിങ്ങളാരും പോകണേ നമുക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്താ ഇപ്പോൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ 3 കസാര ഉണ്ടാവുള്ളൂ, 4 ആൾ വന്നാൽ ശരിയാവില്ലല്ലോ അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 4 ആൾ ബാക്കി നിൽക്കെ മാഖബലിലെ രണ്ടാമത്തെ ചോദ്യം അല്ലേ, രണ്ടാമത്തെ അല്ലേ ഇൻഷാ അല്ലാഹ്. ഇതിലുള്ള പ്രത്യേകത 4 പേർക്കും ഒരൊറ്റ ചാൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. 2 ചാൻസും കഴിഞ്ഞു, 1 ചാൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. 10 സെക്കൻഡ് ഉണ്ട്. ആവേശത്തിൽ വേഗം കയറി ഉത്തരം പറയണമെന്നില്ല അല്ലേ. ചോദ്യം കേട്ട് കുറച്ചിങ്ങനെ ആലോചിച്ച് 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ വേഗം ഉത്തരം പറയാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് പറയാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. أم عندهم الغيب فهم يكتبون. أم تسألهم أجرا فهم من مغرم مثقلون. بارك الله فيك، أحسنت إن شاء الله. فإذا نفخ في الصور نفخة واحدة لنجعلها لكم تذكرة وتعيها أذن واعية. ما شاء الله، بارك الله فيك، أحسنت أحسنت. لأخذنا منه باليمين.
ولو تقول علينا بعض الأقاويل. ما شاء الله بارك الله فيك أحسنت. تدعو من أدبر وتولى. نزاعة للشوى. أحسنت بارك الله فيك. നാനൂറ്റി മുപ്പത്തി ഒന്നാരാണ്? മാഷാ അല്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഓരോ ചാൻസാണ് ബാക്കിയുള്ളത് എന്നുള്ളത്. പക്ഷെ താങ്കൾക്കൊരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചാൻസ് ഉണ്ട്. ഓക്കെ, ബാറക്കല്ലാ ഫീക്ക്. എന്നാലും നന്നായി ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അഹ്സൻ, ബാറക്കല്ലാ ഫീക്ക്. ഇനി ആരോടെ ചോദ്യം? നമ്മൾ റൗണ്ട് കഴിഞ്ഞല്ലേ അല്ലേ? മാക്കബലിൽ 2 റൗണ്ട് കഴിഞ്ഞു. സോറി, മാക്കബലിൽ 2 ചോദ്യം കഴിഞ്ഞില്ലേ അല്ലേ? അപ്പം നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സമയം 10 സെക്കൻഡ് തന്നെ കൊടുക്കാമല്ലോ അല്ലേ? നോക്കാം. ഓല ഒന്നും കൂടെ വാശിക്കാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ പരമാവധി കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം അടുത്ത ചോദ്യം കാണില്ല, എൻ്റെ നമ്പർ കാണാത്തതുകൊണ്ട് എന്നോടാണ്. ഓക്കെ, 453 അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്: والذين هم لفروجهم حافظون. إن عذاب ربهم غير مأمون. بارك الله فيك. والذين في أموالهم حق معلوم. والذين هم على صلاتهم دائمون. ഒന്നും കൂടെ ഓതോ. والذين هم على صلاتهم دائمون. ഖത. അവിടെ അല്ലദീനഹും എന്നായിരുന്നു. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അഹ്സൻതി അഹ്സൻതി, മാഷാ അല്ലാ. അടുത്ത ചോദ്യം: والذين هم لأماناتهم وعهدهم راعون. فمن ابتغى وراء ذلك فأولئك هم العادون. أحسنت بارك الله فيك. അടുത്ത ചോദ്യം: والذين يصدقون بيوم الدين. للسائل والمحروم. അപ്പോൾ ഈ റൗണ്ടിലും 4 ആളും വിട്ട് കൊടുക്കൂല എന്ന് തന്നെയാണ് അല്ലേ പറയണത്. പക്ഷേ ഒരാൾക്ക് ചെറിയ ഒരൊറ്റൊരക്ഷരത്തിൽ ചെറിയൊരു പാളിച്ച പറ്റി. 485 ആ നമ്പർ. അവസാനത്തെ 4 ആളിൽ എത്തുക എന്നുള്ളത് തന്നെ നമുക്കറിയാം. സെൻറ്ററിൽ നിന്നും ഇവിടുന്ന് വേറെ റൗണ്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് തന്നെ ഏകദേശം 8 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ ബാക്കിയുള്ള ചാൻസുമായിട്ടാണ് ഇവിടെ മത്സരിക്കാൻ വന്നത്. അതിൽ തന്നെ 4 റൗണ്ട് കഴിഞ്ഞ് 4ാമത്തെ റൗണ്ടിൽ 3ാമത്തെ ചോദ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് 485 എന്ന നമ്പറുള്ള ഈ മോള് ബാക്കിയുള്ളവർക്ക് വഴിമാറി കൊടുക്കുന്നത്. വലിയൊരു കാര്യം തന്നെയാണ്. ബാറക്കല്ലാഹു ഫീക്ക്. അഹ്സൻ. അതിൽ തന്നെ മാക്കബല ഓതിയിട്ടുണ്ട്. ഒരു ചെറിയ അക്ഷരത്തിൻ്റെ ഒരു അതെ 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 അല്ലതി ആ പോയി വ ആയി പോയതാണ് ആ ഓതേണ്ട അടുത്ത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണ് താനും, ഒരൊറ്റൊരക്ഷരത്തിൽ മാത്രം. അതങ്ങനെയാണ് മത്സരം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണല്ലോ. നമുക്ക് 1, 2, 3 സ്ഥാനക്കാരെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ടാണ് മോള് നിങ്ങൾക്ക് വഴിമാറി തന്നത് അല്ലേ? 3 ചെയറായില്ലേ? ഇത് മറ്റേ കസാരക്കളി പോലെയാണ്. കസാരക്കളി ഒരാൾ ബാക്കി ഉണ്ടാവില്ലേ? ഓക്കെ, അത് ഞാനാണ്. എനിക്കാണ് ഇവർ ഇരിക്കാൻ തരുന്നില്ല. ഇവർ നീക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് കസാല പോകുന്നുണ്ട്. ഓക്കെ, മാഷാ അല്ലാ. നിങ്ങൾ ഉഷാറല്ലേ? എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കല്ലേ? മാഷാ അല്ലാ. അപ്പോൾ 3 ചോദ്യം കഴിഞ്ഞു. 4ാമത്തെ ചോദ്യമാണ് മാക്കബലിൽ. സമയം 10 തന്നെ കൊടുക്കാല്ലേ? കൊടുക്കാം, മാഷാ അല്ലാ.
ഒരു സമ്മതിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് തന്നീനി. ഓക്കെ ഓക്കെ. അഹ്സൻതും. وفصيلته التي تؤويه وصاحبته وأخيه. أحسنت بارك الله فيك. അടുത്ത ചോദ്യം. وقد خلقكم أطوارا. ما لكم لا ترجون لله وقارا. أحسنت بارك الله فيك. അടുത്ത ചോദ്യം. وجمع فأوعى. تدعو من أدبر وتولى. ഓക്കെ. അപ്പോൾ നാലാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചേ അല്ലേ? 4 ചോദ്യം കഴിഞ്ഞപ്പോൾ ഇവർ കട്ടക്ക് കട്ടയാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ പാനലിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് 10 സെക്കൻഡ് പോരാ, അതിൽ നിന്ന് 3 സെക്കൻഡും കൂടെ എന്ത് ചെയ്തു? കുറച്ച് കൊടുത്തു. ഒക്കെ അറിയാം, നമ്മളെ മനസ്സിൽ കാണുന്ന അവൾ കാണുന്നുണ്ട്. 3 സെക്കൻഡ് കുറഞ്ഞു, 7 സെക്കൻഡ് ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ വേഗം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 7 സെക്കൻഡ് ഒന്നും പോലും ആവശ്യം തന്നെയല്ല. ആ 3 സെക്കൻഡ് വേഗം പരിപാടി കഴിഞ്ഞോട്ട് വെച്ചിട്ട് ഒരു വിട്ടെന്നാണ്. ഓക്കെ, നിങ്ങൾ വേഗം പറഞ്ഞാൽ മതി കേട്ടോ. എന്നാലും ശ്രദ്ധിക്കുക, പെട്ടെന്ന് വിളിച്ച് പറയരുത്, ഒന്ന് ശ്രദ്ധിക്കുക. 7 സെക്കൻഡ് ആണ്, അത്യാവശ്യം സമയമല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം അടുത്ത ചോദ്യം ചോദിക്കാം. والسماء ذات الرجع. فما له من قوة ولا ناصر. أحسنت بارك الله فيك. فأكثروا فيها الفساد. الذين طغوا في البلاد. بارك الله فيك. أيحسب أن لم يره أحد. يقول أهلكت مالا لبدا. ഓക്കെ ഓക്കെ, നമുക്കൊന്നും കൂടെ ചോദിച്ചു നോക്കാം അല്ലേ? 5ാമത്തെ ചോദ്യം. 5ാമത്തെ അല്ലേ? യെസ്. 6ാമത്തെ? വെരി ഗുഡ്. മാക്കബലിലെ 6ാമത്തെ ചോദ്യം വരെ അവർ ഇന്ന പോലെ തോപ്പിക്കുകയാണ്. 6 ചോദ്യത്തിൽ ഇന്ന വരെ തോപ്പിച്ചു. എനിക്കൊന്നും തരുന്നില്ല അവർ. നമുക്കൊന്നുകൂടെ ചോദിച്ചു നോക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. ولا يخاف عقباها. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. ഓക്കെ بارك الله فيك. അടുത്ത ചോദ്യം. أولئك هم الكفرة الفجرة. ترهقها قترة. ഓക്കെ. അടുത്ത ചോദ്യം. فمهل الكافرين أمهلهم رويدا. وأكيد كيدا. ഓക്കെ അഹ്സൻതും. വീണ്ടും അവർ ഇരുന്നോടത്തുനിന്ന് മാറൂല. ഓക്കെ, സമയമല്ല ഓൽക്ക് വേണ്ടത്, വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടായി കൊണ്ടിരുന്നാണ് പോലും പറയണത്. സമയമൊന്നും പോലൊരു വിഷയമല്ല. ഓക്കെ ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6ാമത്തെ ചോദ്യമല്ലേ ഇനി അല്ലേ? 7ആണ്. ഞാൻ ഫുള്ള് തെറ്റിക്കുകയാണ് അല്ലേ? ഓക്കെ, 7ാമത്തെ ചോദ്യം. أعوذ بالله من الشيطان الرجيم. ومكروا مكرا كبارا. قال نوح رب إنهم عصوني واتبعوا من لن يزده ماله وولده إلا خسارا. നമുക്ക് അതിനൊന്ന് കീറി മുറിച്ച് നോക്കിയാലോ? ജഡ്ജ്മെൻറ്റ് പാനലിൽ നിന്നും അത് പറയുന്നുണ്ട്. ഒരു 2 മിസ്റ്റേക്കോളം
അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സൗനി നീട്ടിയോ? മല്ലം എന്നതിന് പകരം മല്ലൈ എന്നാണ് പറഞ്ഞത്. അഥവാ അവിടെ മീമാണ്, മല്ലം യസിദുഹു ആണ്. അവിടെ അങ്ങനെ മാറ്റി യസിദുഹു അവന് നീട്ടലിൻ്റെ ഭാഗമാണ്, പക്ഷെ ഒരു അപ്പുറത്ത് മറ്റൊരു മിസ്റ്റേക്ക് വന്നുപോയി. ഓക്കെ, അത് നമുക്കൊരു ഖത്ത ആയി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്. നമുക്ക് ഈ റൗണ്ട് കഴിക്കാമല്ലോ അല്ലേ? ഇത് ലാസ്റ്റത്തെ ആണോ? ആ, ഓക്കെ ഓക്കെ. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ആ ഒരു ചോദ്യത്തിലൂടെ എന്ത് തീരുമാനിക്കപ്പെട്ടു? ഇവർ മൂന്നാളിൽ ആര് എന്നുള്ള ഉത്തരം മാത്രമേ കിട്ടേണ്ടിയിരുന്നുള്ളൂ. അതിൽ ഒരക്ഷരം, ഒരു നീട്ടൽ അല്ലേ? നീട്ടലല്ല, അക്ഷരമാണ് കാര്യമായിട്ടുള്ളത്. ആ ഒരൊറ്റ അക്ഷരത്തിൽ, അതും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ലം എന്നതിന് പകരം ലൈ എന്നോതി, അത്ര ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതങ്ങനെയാണ്, വലിയ വലിയ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒന്ന് മുറുക്കി പിടിച്ചാലേ അത് കിട്ടുകയുള്ളൂ. എന്നാലും അവസാനത്തെ മൂന്നാളിൽ ഒരാളായി, ഫൈനലിസ്റ്റായി. എങ്ങനെ? ആ, ഓക്കെ ഓക്കെ. അവസാനത്തെ ചാൻസ് അല്ലേ? ഇനി ഒരാൾക്കൊരു 2 ചാൻസ് ബാക്കിയുണ്ട് അല്ലേ ഇദ്ദേഹത്തിന്, അല്ലേ? യെസ്, നോക്കാം അവർക്ക് 2 പേർക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോകണമെന്നുള്ളത് നോക്കാം ഇൻഷാ അല്ലാ. കൂളായിട്ട് ഇരുന്നോളി ഇൻഷാ അല്ലാ. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. أعوذ بالله من الشيطان الرجيم وأن المساجد لله فلا تدعوا مع الله أحدا. സോറി സൂറത്ത് പറയാം, നിങ്ങൾക്കില്ലാത്തൊരു പോർഷൻ എന്നാണ് ചോദിച്ചത്. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, മോളോടുള്ള ചോദ്യം. يومئذ تعرضون لا تخفى منكم خافية. وانشقت السماء فهي يومئذ واهية. ഖത. ഓക്കെ, അതിന് ശേഷം ഒരു ആയത്തും കൂടെ ഉണ്ട്. ഓക്കെ, ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു ആയത്തുണ്ടായിരുന്നു, ഒരു ആയത്ത് മാറിപ്പോയതാണ്. ബാറക്കല്ലാഹു ഫീക്. അടുത്ത ചോദ്യം 495 അടുത്ത ചോദ്യം. മോളോടുള്ള ചോദ്യം ഇതാണ്. فلا تطع المكذبين. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. മോനൊരു ലേശം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്നാൽ മതി. എങ്ങനെ? അപ്പോൾ ഇനി ഉള്ള ചോദ്യം നിങ്ങളുടെ 2 പേരുടെ മാത്രമായിരിക്കും ഇൻഷാ അല്ലാ. എങ്ങനെ? ഇവിടെ അല്ലേ മൈക്കെത്തിയത് അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇതുവരെ അങ്ങനെ പോയതുകൊണ്ട് ഇപ്പം ഇനി മാറ്റണ്ട. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത ചോദ്യം, അഥവാ 8ാമത്തെ ചോദ്യം അല്ലേ? കുറേ പോയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വിട്ടുതരാത്തതുകൊണ്ട് എനിക്ക് തന്നെ കണക്കില്ലാത്ത പോലെയാണ്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ. ചോദ്യത്തിൻ്റെ കണക്ക് അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ പേപ്പർക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. അതെ, നേരത്തെ ഒരു ചാൻസ് പോയ സ്ഥിതിക്ക് 2 ആൾക്കിപ്പോൾ ഒരേ മാർക്കിലാണ്, ഒരേ ചാൻസിലാണ് നിൽക്കുന്നത്. ചോദ്യം ഇതാണ്. فاجتباه ربه فجعله من الصالحين. لولا أن تداركه نعمة من
ربه لنبذ بالعراء وهو مذموم. ഓക്കെ ബാറക്കല്ലാഹു ഫീക്. قل هو الذي ذرأكم في الأرض وإليه تحشرون. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. അഹ്സൻതി ബാറക്കല്ലാഹു ഫീക്. അടുത്ത ആള് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരാം. ഓക്കെ, അടുത്ത റൗണ്ടും കഴിഞ്ഞു, അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് സമയം കുറച്ചാലോ? 5 കുറേ റൗണ്ടായി, ഇവർ ചില്ലറക്കാരല്ല. 5 മതിയോ? 5 കുറച്ച് അത്ര ആക്കിയാൽ മതിയോ? 4 ആക്കണോ? എത്ര വേണം നിങ്ങൾ പറയും? 5 വേണോ 4 വേണോ? ഉറപ്പാ? ഓക്കെ, പോലെ ആഗ്രഹപ്രകാരം 5 സെക്കൻഡിലേക്ക് നമ്മൾ ചുരുക്കി. ചോദ്യം ഇതാണ്: وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى. فسنيسره لليسرى. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. ചോദ്യം ഇതാണ്: يقول أهلكت مالا لبدا. أيحسب أن لن يقدر عليه أحد. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ചോദ്യം: ഓക്കെ, ഇനി അങ്ങനെ ആക്കാം അല്ലേ? അവൾ എന്തിനും ഓക്കെയാണ്, ഒരു പ്രശ്നമല്ല. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوص ويعوق ونسرا. ودا ولا سواعا ويعوص ويعوق ونسرا. ഒന്നും കൂടെ ആയത്ത് ഓദിക്കോ. وقالوا لا تذرن. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوص ويعوق ونسرا. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ആളോടുള്ള ചോദ്യം: قال رب إني دعوت قومي ليلا ونهارا. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. ഓക്കെ, വീണ്ടും ചോദിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് 5 സെക്കൻഡ് എന്നുള്ളതൊന്നും ഇവർക്ക് വിഷയമല്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ഏത് വന്നാലും നിങ്ങൾ ഫുൾ റെഡി ആയതുകൊണ്ട് ചോദിക്കട്ടെ.
ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ രണ്ടാളും കട്ടക്ക് പിടിച്ച് നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഓതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കണേ ഒരു തീരുമാനം എടുക്കാതെ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ രണ്ടുപേരെയും ഒന്നാം സ്ഥാനക്കാരായി സെലക്ട് ചെയ്തതായി അറിയിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്ക്. കാരണം നിങ്ങൾ രണ്ടാളും ഒരേപോലെ ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും ഒന്നാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്ക്. അതുപോലെ മോൻക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത് മോനായിരുന്നു. 485 ഇവിടുന്ന് പോയില്ലേ ഒരു കുട്ടി? 485 ഏത് സെൻറ്റർ? അവസാനമായി ഇവിടുന്ന് ഇറങ്ങിയ ആള്. ഏതായാലും മാഷാ അല്ലാ, സത്യത്തിൽ ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ്, പരമാവധി എല്ലാ മത്സരങ്ങളിലും അത് കീപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അതിനെ സമ്മതിക്കണില്ല. എത്ര ശ്രമിച്ചു, എത്ര ക്വസ്റ്റ്യനായി? മാക്കബിലെന്ന് എത്ര? അതിലാണ് എണ്ണമില്ലാത്തത്രയും ചോദ്യം, അതാണ് അതിനർത്ഥം. എണ്ണ ഇവിടെ ഉണ്ട്. അതെ അതെ. മാക്കബിലം മാത്രം 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാക്കബിലം മാത്രം. പക്ഷെ ഒരു നിലക്കും ഇനി സെക്കൻഡും തേർഡ് പോയ മോള്, ഇവർ രണ്ടുപേരും മാക്കബിലൻ്റെ കാര്യത്തിൽ തെറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരക്ഷരം അല്ല, മീമ് നൂനായി ലം എന്ന് പറയേണ്ടടുത്ത് ലൈൻ എന്ന് പറഞ്ഞു പോയി. വ പറയേണ്ടടുത്ത് അല്ല, ആ പറയേണ്ടടുത്ത് വ പറഞ്ഞു പോയി. അവിടെയും മാക്കബിൽ അവർ വിട്ടുകൊടുത്തിട്ടില്ല. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് നമ്മുടെ SOQ കുട്ടികളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമാറാകട്ടെ. ആ മോള് വന്നില്ലേ? 485. നിങ്ങൾ രണ്ടാളും കട്ടക്ക് പിടിച്ചതുകൊണ്ട് അവൾക്കും കൂടെ ചാൻസ് കിട്ടിക്കാണ് അല്ലേ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. 3 പേർക്കും മധുരം വിതരണം ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ പേരും സെൻറ്ററും ഒന്ന് പറഞ്ഞു. ഐസ KT, അരീക്കോട് സെൻറ്റർ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. മോളത് പറഞ്ഞോളൂ. മിൻഹ കെ കൊടുവായൂർ സെൻറ്റർ. മിൻഹ കെ കൊടുവായൂർ സെൻറ്റർ. ഓക്കെ. മുഹമ്മദ് നാസിം, മഞ്ചേരി സെൻറ്റർ. ഓക്കെ, മാഷാ അല്ലാഹ്. ഇവർ 3 പേരുമാണ്. ആദ്യ സ്ഥാനക്കാർ 2 പേരും പങ്കിട്ടെടുത്തതല്ല, ഒരു നേടിയെടുത്തതാ അല്ലേ? കട്ടക്ക് നിന്ന് നേടിയെടുത്തവരാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനക്കാരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ. നമ്പർ ഇതാണ് 485 485. ഇവിടുന്ന് അവസാനം ഇറങ്ങിയ ആളാണ്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ആളറിയാതെ പോകുന്നില്ല. നമ്പർ ഇവിടെ ഉണ്ട്. ആളെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ളൂ. അത് തൊട്ട് മുമ്പ് നടന്ന മത്സരത്തിൻ്റെ ഷീറ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങൾ പേര് വിളിച്ച് ആ മകളെ അഭിസംബോധന ചെയ്യാത്തത്. എന്നിരുന്നാലും നല്ല ആവേശകരമായ മത്സരം തന്നെയായിരുന്നു.
കട്ടക്ക് കട്ടക്ക് നിന്ന മത്സരം തന്നെയായിരുന്നു. നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ മാക്കബിലൊക്കെ പറയുക എന്നുള്ളത് നല്ല ഒരു വളർച്ച തന്നെയാണ്. SIQന്റെ കാര്യമായൊരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ ഈ കണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും സപ്പോർട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ഉഷാറായത്. എന്താണെങ്കിലും അൽഹംദുലില്ലാ ഈ ഗ്രേഡ് 4ൻ്റെ ഫൈനൽ മത്സരം ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ 2 ഒന്നാം സ്ഥാനക്കാരും 2-3 സ്ഥാനക്കാരെയും നിങ്ങൾ കണ്ടു. നല്ല മത്സരം തന്നെയായിരുന്നു. നല്ല ശ്രമകരമായിരുന്നു അവരെ ഒന്ന് ഈ എൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളത്. എന്നിരുന്നാലും ബാക്കിയുള്ള ഇവിടെ നിന്ന് മത്സരിച്ച് കഴിഞ്ഞു പോയ ആളുകളൊന്നും അവർ നിസാരക്കാരല്ല. ഈ ഓരോ സെൻറ്ററുകളിൽ നിന്നും മത്സരിച്ച് ആ മത്സരത്തിന് മുമ്പ് ഒരു പഠനം, അതിൽ നന്നായി മത്സരിച്ച് അതിൽ 1-ാം സ്ഥാനം കിട്ടിയവരാണ് നമ്മുടെ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ അവർ പല റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സദസ്സിലേക്ക് തന്നെ എത്തിയത്. ഈ സദസ്സിൽ തന്നെ എത്ര റൗണ്ട് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരും എല്ലാ അഭിനന്ദനങ്ങൾക്കും അർഹരാണ്. എല്ലാ നിലക്കും അവരുടെ പ്രയത്നത്തിനും മറ്റും നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.